തലമുറയും ഇനി വരുന്ന തലമുറകളും കാൻഷിറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൺട്രിബ്യൂഷൻ, ആ കൺട്രിബ്യൂഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് BSPയുടെ നാമത്തിൽ ഒരു സീറ്റ്, ഒരു MLA നിയമസഭയിൽ ഉണ്ടായി എന്ന് വരുത്തി വെച്ചതായിരിക്കണം രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ താൻ ദളിത് രാഷ്ട്രീയത്തിന്റെ ബാറ്റൺ കൈമാറിയ മായാവതിയെ BJP മൊത്തമായി ഹോൾസെയിലായി പരിധിയിൽ നിർത്തിയപ്പോഴും കാൻഷിറാമിന്റെ ഓർമ്മയെ പിടിച്ചു നിർത്താൻ BSPക്ക് ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, BJP എന്ന് പറയുന്ന പാർട്ടി, ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ കാര്യം ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് സമാജ്വാദി പാർട്ടി put up a big show, but most part of that show was completely concentrated on bringing the anti-BJP votes to the SP, rather than making also efforts to cut into the vote bank that was posing in support of the BJP. അപ്പോൾ BJPയെ പോലുള്ള ഒരു പാർട്ടിയെ UPയിൽ പരാജയപ്പെടുത്താൻ യാദവിതര ജാട്ടവിതര ഗ്രൂപ്പുകളെ, ജാട്ടവിതര ദളിതരെയും യാദവിതര OBCകളെയും കൂടെ നിർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു നീക്കത്തെ തടയിടാൻ BJP നടത്തിയ ആ രാഷ്ട്രീയ നീക്കം, അത് മനസ്സിലാക്കിക്കൊണ്ട് മായാവതിയുടെ ജാട്ടവ് വോട്ട് ബാങ്കിനെ കാര്യമായി സ്വാധീനിച്ച് തങ്ങളോടൊപ്പം നിർത്തുന്നതിൽ ഒരു വീഴ്ച പറ്റിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, ഇനി അങ്ങോട്ട് UPയിലെയും ഇന്ത്യയിലെയും BJP വിരുദ്ധ ശക്തികളുടെ ഏകീകരണത്തിൽ ഒരു പ്രധാനപ്പെട്ട മുഖമായിരിക്കും അഖിലേഷ് യാദവ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങളെയൊക്കെ ഏതാണ്ട് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അതിൽ നിന്നുമൊക്കെ മുകളിലേക്ക് വന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ധ്രുവീകരണം BJPക്ക് വിരുദ്ധമായി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും ഈ ലാഭാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് BJP സൃഷ്ടിച്ച ഈ ബെനഫിഷ്യറീസിന്റെ ഒരു വോട്ട് ബാങ്ക്, അത് OBCകൾക്കിടയിൽ നിന്നും അതുപോലെ തന്നെ ദളിതരുടെ ഇടയിൽ നിന്നും BJPക്ക് ഒരു പിന്തുണയായി മാറിയിട്ടുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴും അഖിലേഷ് യാദവിന്റെ ഇന്നത്തെ ആ റൈസിംഗ് വോട്ട് ബാങ്ക് ആൻഡ് റൈസിംഗ് പൊളിറ്റിക്കൽ സ്റ്റേച്ചർ in the country is a strict, നേരത്തെ തോമസ് സാർ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി കൂടിയാണത്. There is a very, very stern warning to the BJP in the election result, although they have won UP. That is, any time the BJP will remain cautious about the OBC getting consolidated. OBCകളുടെ ഒരു ധ്രുവീകരണം ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇനിയുള്ള ദിനങ്ങളിൽ കൂടുതലാണ് എന്ന് BJP മനസ്സിലാക്കും. അതിനാൽ ഇപ്പോൾ യോഗിയുടെ പിന്നിലാണ് BJP നിൽക്കുന്നത് ഉത്തർപ്രദേശിൽ എങ്കിലും ഉത്തർപ്രദേശിലെ സവർണ BJP നേതൃത്വത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ് OBC നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ BJP തയ്യാറാകുന്ന ദിവസം ദൂരെയല്ല. അതിനാൽ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവിന്റെ ഉയർന്നിരിക്കുന്ന വോട്ട് ഷെയർ, അത് BJP അതിന് തടയിടാനുള്ള അടുത്ത നീക്കങ്ങൾ ഉണ്ടാകും. 2024 ആകുമ്പോഴേക്കും ഉത്തർപ്രദേശിന്റെ
BJP രാഷ്ട്രീയത്തിൽ OBC-കളുടെയും ദളിതരുടെയും ഒരു പെർഫെക്റ്റ് മിക്സ് BJP നേതൃത്വം കൊണ്ടുവരുമെന്നതിൽ എനിക്ക് സംശയമില്ല. ഇല്ല എങ്കിൽ BJPക്ക് അഖിലേഷ് യാദവിനോടൊപ്പം OBC-കളുടെ ഒരു ടോട്ടൽ കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് തടയിടാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇതാണ് ഞാൻ ബിജെപിയുടെ ഒരു ക്രിയേറ്റിവിറ്റി. അതാണ് ബിജെപിയുടെ ഫോർ ദെയർ പർപ്പസ് ദേ ആർ വെരി ക്രിയേറ്റീവ്. Just to sum up the things that I and Shaji were talking about, my point is that that the Hindutva project is a 100-year project, and this 100-year project they have used various things. In 1977, they had to wait for from the late 1920s to the mid 1960s to make electoral progress in India. In 77, they kind of dissolved their party and joined with the Janata Party, merged their party with Janata Party. That was also a tactical move. So the thing is, the BJP has been, the Sangh Parivar has been a great master of tactics. And Ramachandra Paramhams, who was the leader of the Ayodhya Ramachandra movement, used to tell me that, that we'll have defeats, we'll have. So at each stage, they have their own new devices. So in this election, I think the new device they created was that when they saw that Samajwadi Party and Akhilesh Yadav were marshalling the forces and bringing all more backward caste communities and Dalit communities into their fold, they struck a deal with Mayawati, and then this Mayawati's vote share evaporated and it went to the BJP. So the point is, the BJP is a master of these tactics and strategies. What Shaji is adding is that, now that Akhilesh has posed this challenge, I mean, though it did not lead to a victory for the Samajwadi Party, he has posed a stiff challenge. So BJP will devise its plans in such a manner that it will accrue more and more Dalits and backward castes to its kitty. What is your take on this, both these perceptions? So I completely agree that in opposition to this conception of Hindu Rashtra, there is no formidable opposition on by any of the political party. Nobody now talks about the secularism with the same force, with the same strength, and with the same conviction as you will find BJP, RSS, or their affiliates talking about Hindutva or Hindu politics. And the sad part is that what has happened is that even left of the center parties like Congress, their leaders have started going to temples and try to somehow be seen as not anti-Hindu. So in that sense, I completely agree with you that they have at least managed to steer the entire, tilt the scale of this entire secularism project towards the right. That's a very, very important observation. Srijit, your comments on that? ഇപ്പോൾ നമ്മൾ ജനറലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് നേരത്തെ പറഞ്ഞ പോയിന്റുകളിലേക്ക് ഒന്നും കൂടി ഒന്ന് പോയതിനു ശേഷം തിരിച്ചു വരാൻ തോന്നുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേപോലെ BJPയുടെ ഈ ഒരു കൂടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BSPയിൽ നിന്ന് വന്ന വോട്ടുകൾ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ BSPയിൽ നിന്ന് പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. 22% വോട്ട് ലഭിച്ച പാർട്ടിയാണ് BSP. അത് കുറഞ്ഞ് ഇപ്പോൾ 10-12% പരിസരത്താണ് ഇത്തവണ വോട്ടിംഗ് ശതമാനം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇവിടത്തെ നമ്മുടെ ദളിത് പാർട്ടികളെയോ അല്ലെങ്കിൽ ദളിത് കാസ്റ്റുകളെയോ ഒരു OBC കാസ്റ്റുകളെയോ കൂടെ നിർത്താനുള്ള ഇവരുടെ ശ്രമം ഇവർ ആരംഭിച്ചത് ഈ നേരത്തെ വെങ്കടേഷ് പറഞ്ഞതുപോലെ ഒരു ഏത് കാലം മുതൽ ആരംഭിച്ചതാണ്. ഇപ്പൊ 80കളിൽ തുടങ്ങിയതാണ് പാർട്ടികളെ കൂടെ നിർത്താനായിട്ട് ഈ മഹാരാജ് എന്ന് പറയുന്നത്
രാജാവ് പാർട്ടി രാജാവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റേ മുഗളന്മാരെ ഓടിക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പാർട്ടികളുടെ ചരിത്രം തന്നെ മറ്റേ മുഗളന്മാർക്കെതിരായിട്ടുള്ള ഒരു ചരിത്രമാണെന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. അതേ ക്യാമ്പയിനാണ് ഈസ്റ്റേൺ യു പിയില് രാജ്ഭറുകളുടെ നേതാവാണ് സുഹേൽ ദേവ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ക്യാമ്പയിൻ നടത്തി. അത് BHP നടത്തിയിട്ടുണ്ട്, RSS നടത്തിയിട്ടുണ്ട്, BJP നടത്തിയിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്തിയിട്ടുണ്ട്. ആ സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്തിയിരുന്ന ആ കാസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇത്തവണ കടന്നു കയറാനായിട്ട് SPD കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ മധ്യ UP പ്രദേശത്ത് ഈ പാർട്ടി ബെൽറ്റുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള BSPക്ക് ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റവും അതേപോലെ തന്നെ ഈസ്റ്റേൺ UP യിൽ നിന്ന് ഇപ്പോൾ രാജ്പർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് SBSP നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റവും. അപ്പൊ ഈ രീതിയിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇവർ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ UP യിൽ ജാട്ടുകളെ കൂടെ നിർത്താൻ ഇപ്പൊ 2013 മുതൽ അവിടെ കലാപം നടക്കുകയും ഒരു സമ്പൂർണ്ണ ഹിന്ദുത്വ പ്രദേശമായ ഒരു ഹിന്ദുത്വ വികാരത്തിലേക്ക് UP കൊണ്ടുപോയി ചെയ്യുന്ന വലിയ മാനുഫാക്ചേർഡ് കലാപങ്ങൾ ആരംഭിക്കുന്ന വെസ്റ്റേൺ UP യിൽ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ജാട്ടുകൾ തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ടിക്കായത്ത് വന്നിട്ട് ഞങ്ങൾ മറ്റേ ഈ ഇതിന് മാഫി ചോദിക്കുന്നു, മുസ്ലിം സമൂഹത്തോട് മാഫി ചോദിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയിപ്പിക്കാനായിട്ട് ഇപ്പോ ജയൻ ചൗധരിയും അഖിലേഷും കൂടി സാധിച്ചു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രീമിലുള്ള ഒരു രാഷ്ട്രീയ വളർച്ച നടന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും സംസാരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ ഒരു 4.5 വർഷത്തോളം അത് പക്ഷേ ഈ പ്രധാനമായിട്ടും ഈ കർഷക സമരം വെസ്റ്റേൺ UP യിൽ നിന്ന് കർഷക സമരത്തിന് അനുകൂലമായിട്ട് ഉണ്ടാവുകയും ടിക്കായത്തുമാരും ഒക്കെ വളരെ സജീവമാവുകയും ചെയ്തതിന് മുൻപുള്ള ഒരു കാലത്ത് പ്രതിപക്ഷത്തെ അദൃശ്യവൽക്കരിക്കുന്നതിന് ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളും ചെയ്തിട്ടുള്ള പങ്ക്, അതായത് പ്രതിപക്ഷം എന്താണ് ചെയ്തത് എന്നുള്ളത് ഒരുപക്ഷെ അവിടെ ഒരു അദൃശ്യവൽക്കരിക്കാൻ മുഴുവൻ ഒരു ചാനലുകളിൽ നിന്നോ മറ്റു മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ വാട്സപ്പ് സങ്കേതങ്ങളിൽ നിന്നോ എല്ലായിടത്തും യോഗി മോദി എന്ന ചാൻഡിങ് മാത്രം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് ഫലപ്രദമായിട്ട് ക്യാമ്പയിൻ നടത്തുന്നതിന് ഒരുപക്ഷെ തടസ്സമായിട്ടുണ്ട്. പക്ഷെ അതൊരു പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ വിശാലമായ തന്ത്രങ്ങളുടെ ഭാഗമാണ്. അതിലത് അവര് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമായിട്ട് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ലാഭാപ്തി തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ വരിക. അത് വളരെ കൃത്യമായിട്ട് നടന്നു. എതിരായിട്ടുള്ള ക്യാമ്പയിനുകളെ മുഴുവൻ ഒതുക്കാനായിട്ട് പറ്റി. ഇപ്പോൾ തൊഴിലില്ലായ്മ വലിയ ചർച്ചയായിട്ട് വന്നതാണ്. പക്ഷെ തൊഴിലില്ലായ്മ എന്നുള്ളത് കോവിഡിന് ശേഷം അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. ലോകത്ത് മുഴുവൻ കോവിഡിന് ശേഷം ദുരിതമാണ്. നമുക്ക് മാത്രമല്ല, UPക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ദുരിതമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പിക്ചർ ഇവർ അവതരിപ്പിക്കുമ്പോൾ എതിർക്കാനായിട്ട് ആരുമില്ല. അതേപോലെ തന്നെ UP എന്ന് പറയുന്നത് എല്ലാ സൂചികകളിലും മെച്ചപ്പെട്ട സംസ്ഥാനമാണെന്ന് BJP മിഷണറിയും സംസ്ഥാന സർക്കാരിന്റെ മിഷണറിയും ആവർത്തിച്ച് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് അവിടെ ഒരു മറ്റൊരു സങ്കേതവും മീഡിയ ഇല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇത് നമ്മുടെ പോലെ ഇത് പദ്ധതിയിലൂടെ വളരെ പ്രൊഫഷണലും അത് ഭരണത്തിൽ വന്നപ്പോൾ അത് നിലനിർത്താനും ആ പ്രത്യേക അർത്ഥത്തേക്ക് ആളുകൾക്ക് വേണ്ടി നടത്തുന്ന പദ്ധതികളാണ്. പക്ഷേ ജനാധിപത്യമായി എണ്ണത്തിന്റെ കളി തന്നെ. അപ്പോ സീറ്റുകളില്ലെങ്കിൽ അത് ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ റോള് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ സ്വയം ദൃശ്യം ആവാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കേണ്ട പ്രതിപക്ഷം അത് പ്രതിരോധി ചെയ്തു എന്നുള്ള പ്രശ്നമാണ്. നമുക്കിപ്പോ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ ഒഴികെ പ്രത്യേകിച്ച് കോൺഗ്രസ് അവരിൽ അർപ്പിച്ചിരിക്കുന്ന ജനാധിപത്യം ഇവിടെ പലതരത്തിലും കടന്നാക്രമിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ
അവര് അത് സംരക്ഷിക്കാനുള്ള ചുമതലയെ അവര് അല്ലെങ്കിൽ വിഷയമില്ലായ്മകൊണ്ട് നിലനിർത്തുന്നില്ലായ്മകൊണ്ട് ഇതിലൊന്നും പറ്റാത്ത കേട്ട് നിൽക്കുന്നു. ഇവിടെ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത്, ഇപ്പൊ പഞ്ചാബിലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഗംഭീരമായ പ്രകടനം നടത്തിയിരിക്കുന്നു. പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് സാമാന്യമായി ഈ പ്രകടനം നടത്താൻ പറ്റുമെന്നത് പലപ്പോഴും കോൺഗ്രസിന്റെ ബേസുള്ള സ്ഥലങ്ങളുണ്ട്. ഇനി രാജസ്ഥാനിൽ നിന്ന് വരാൻ പോകുന്നു. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആം ആദ്മി പാർട്ടി രാജസ്ഥാനിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതേ കാര്യം മധ്യപ്രദേശിൽ സാധിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിൽ എന്തായിരിക്കും വയ്ക്കാനുണ്ടാവും? അതായത് ഈ 2-3 കാര്യങ്ങളുണ്ട് അഗെയിൻ ഈ ആം ആദ്മി പാർട്ടിയെ പറ്റി പറയുന്ന സമയത്ത്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രാദേശിക പാർട്ടി മറ്റൊരു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ശേഷം ഇങ്ങനെ ഒരു വിജയമുണ്ടാക്കുന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ബാക്കി നമ്മുടെ ഇന്ത്യയിൽ പ്രബലരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജനതാദളായാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും സമാജ്വാദി പാർട്ടി ആയാലും ആർക്കും വലിയ വേരോട്ടം അല്ലെങ്കിൽ വിജയിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ആം ആദ്മി പാർട്ടിയുടെ ഈ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിനിടയിൽ അവര് ഈ ഉണ്ടാക്കിയിട്ടുള്ള വിജയം വളരെ ശ്രദ്ധേയമാണ്. പിന്നെ ഈ മതനിരപേക്ഷ പാർട്ടികൾക്കെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട ബലഹീനത, മിക്കവാറും മതനിരപേക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള ബലഹീനത 1980കളുടെ അവസാനം മുതൽ ഈ മണ്ഡൽ രാഷ്ട്രീയത്തെ മുൻനിർത്തി വന്നിട്ടുള്ള സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ തുടങ്ങിയിട്ടുള്ള പാർട്ടികളിലെല്ലാം നേതൃത്വത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം അഴിമതിയെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോ പണ്ട് കാർട്ടൂണിസ്റ്റ് ഉണ്ണി വളരെ പ്രത്യേക രസകരമായ രീതിയിൽ ദശാമലത്തെ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞ പോലെ ഈ വർഗീയതക്കെതിരായിട്ടുള്ള സമരം സൂട്ട് കേസ് കൊണ്ട് നടത്താൻ പറ്റില്ല എന്നൊരു കമന്റ് കാർട്ടൂണിസ്റ്റ് ഉണ്ണി പണ്ട് പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരു ബലഹീനത ഈ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബലഹീനത ഇല്ല. പിന്നെ ഒരുപക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാവാം ഈ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻ ഒരിക്കലും ആം ആദ്മി പാർട്ടി എടുക്കുന്നില്ല. ഇതെല്ലാം പ്ലസ് ആണോ? അഴിമതി ആരോപണങ്ങൾ അവർക്കെതിരെ വരുന്നില്ല എന്നുള്ളത് തീർച്ചയായും പ്ലസ് തന്നെയാണ്. പക്ഷെ ഈ മതനിരപേക്ഷയുടെ കാര്യത്തിൽ അവർ കൃത്യമായൊരു നിലപാടെടുക്കാത്തത് ഒരു പ്ലസ് ആണോ അല്ല മൈനസ് ആണോ എന്നതിനെ പറ്റി നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പഞ്ചാബിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് സ്വയം ഈ നേതൃത്വത്തിന്റെ ഈ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെയിൽ വിൻഡ് ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഗൗരവന് ഇതൊന്ന് വിശദീകരിക്കാം so that he can also comment. See, Gaurav, what we are discussing at this point of time is the Punjab election scene and the rise of the Aam Aadmi Party. So Thomas was asking what exactly is the role that Aam Aadmi Party will play in the future in the national politics. So my observation was that after the left parties, that after the CPM, which had power in West Bengal, Tripura, and Kerala, is the first time a regional party has been able to establish power in another state. Neither the Rashtriya Janata Dal or Samajwadi Party or even Trinamool Congress has been able to make that kind of gains to get to power in another state. And I say that it's my observation that one big difference between the other regional parties, other secular regional parties, such as the Samajwadi Party, Rashtriya Janata Dal, Bahujana Samaj Party, and all that. These parties which came after the 1989 Mandal movement, all of them have been, when they came to power, they have been accused of corruption in one form or other. Cases have been launched against them. Aam Aadmi Party has been free from corruption charges so far. But I also say that, in terms of secularism, they have adopted the tactic of not being very aggressive on the secular issue. As you earlier pointed out, all parties have now become, second-rate Hindutva players. So they have also adopted that line.
I don't know whether it's a plus or a minus. But I still feel that because of this absence of corruption charges against it and the kind of so-called model that Arvind Kejriwal is supposed to have implemented in Delhi, and the promise of implementing the same kind of governance in Punjab, I am of the view that Aam Aadmi Party may be an important pivot in the formulation of opposition parties in the future. What do you think? Aam Aadmi Party, at least on issues of lots of issues of national importance, they are not very different from BJP in that sense, unless until it hurts their political interest or political leaders. It is very surprising. They were almost the first party to support the farm bills that Modi government formulated, and there was the most stiff opposition against the farm bill was in Punjab and after that in Western UP. And for a party that was supporting the farm bill to gain such a huge majority in Punjab, so let's hypothetically say that based on what the agricultural minister had said that they may reintroduce the farm bill. So if they reintroduce the farm bill again, BJP, what will be the stand of Aam Aadmi Party now? Big question again, very relevant question. I never compare left parties with any other party because left parties, even in terms of corruption, I mean, nobody will see their leaders having a fancy life. At least in the northern part of the country, I haven't seen any left leaders living a fancy life. Their chief ministers have lived a frugal life even after demitting their office. And in terms of political ideology and principles and values, they take a clear stand. Aam Aadmi Party has been found wanting on any issues of principle when it comes to politics, apart from sitting on dharna against the central government or getting into a power tussle with the BJP. So when it comes to political party, apart from corruption issues that you have pointed out, even though like when it comes to having a real power in the hand in terms of revenue or budget, they are in fight with the BJP, so they never have had that kind of opportunity to get into corruption, right? So I don't know how that film is yet to be released, so we don't know about that. CL, does Gaurav's explanation answer your question? ഏതാണ്ട് പക്ഷെ സ്റ്റിൽ എനിക്ക് അതിനകത്തുള്ള ഒരു ഈ നിലപാടുകൾ പലപ്പോഴും അവരുടെ ചാഞ്ചാടും നിലപാടുകൾ ഈ മതേതര കാര്യങ്ങളിൽ അവരെ കൃത്യമായിട്ടുള്ള ഒരു സെക്യുലർ പാത എടുക്കാതെ പലപ്പോഴും സോഫ്റ്റ് ചെയ്തിട്ട് ഇതാക്കുന്നു. ഇതൊക്കെയാണല്ലോ തന്നെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം നേടുന്നു. അത് നേടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഏത് പോയിന്റിലാണ് അവര് BJP ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇന്നിപ്പോ പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് ഡൽഹിയിലെ ഭരണത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ BJP ആയിട്ടാണ് ഹെഡ് കൊളീഷൻ അവർ നേരിട്ട് കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ മാത്രമല്ല ഡൽഹിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അനുഭവിക്കുന്ന കാര്യമുണ്ടല്ലോ. അവിടുത്തെ സാധാരണ മനുഷ്യർ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൽ നിന്ന് കിട്ടുന്ന ഭരണത്തിന്റെ പ്രത്യേകതയെ ഇപ്പോഴും മനസ്സിലാക്കുകയും അവർക്ക് സ്വാധീനം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ നമ്മള് ഇനി വരാൻ പോകുന്ന വലിയ പരീക്ഷണം, അതായത് ഫൈനലിൽ ഈ പ്രതിപക്ഷ സഖ്യത്തിന് വരുന്ന റോൾ എന്തായിരിക്കും, ഇതിനെ കുറിച്ചിട്ട് ശ്രീജിത്താണ് ആലോചിക്കുന്നത്. അല്ല, നിർണായകമായ ഒരു പങ്ക് സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവര് പ്രത്യേകിച്ചും രണ്ട് സംസ്ഥാനങ്ങൾ BJPയുമായിട്ട് ഒരു അല്ലെങ്കിൽ നേരിട്ട് ഉള്ള ഫൈറ്റ്, ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ പഞ്ചാബിലെ BJP ആയിട്ട് നേരിട്ട് ഫൈറ്റ് അല്ലെങ്കിൽ പോലും BJP ഒരു അകാലിദൾ സഖ്യം അവിടെ ഭരിച്ചിരുന്നതാണ്. അപ്പോ അങ്ങനെ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഡൽഹിയോടടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിലെ ഒരു നിർണായക സ്ഥാനം
ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ അപ്പോൾ തന്നെ ഇവരുടെ ഈ ഹിന്ദുത്വ നിലപാടുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു വലിയ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് പൂർണ്ണമായും വിശ്വാസത്തിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടി എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രതിപക്ഷത്തെ ഒരു നിർണായക പങ്ക് അവർക്കുണ്ടാകുമെന്നും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് ഒരുപക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അഖിലേഷ് യാദവും അരവിന്ദ് കെജ്രിവാളും തന്നെയായിരിക്കും അടുത്ത ഒരു ഇതില്. സ്വാഭാവികമായിട്ടും മമതാ ബാനർജി തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശക്തികളായിട്ട് ഉണ്ടാവുക ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും. അത്തരത്തിൽ സ്റ്റാലിൻ മുതൽ പിണറായി വിജയൻ മുതൽ എല്ലാവരും ഉണ്ട്. ഈ രീതിയിലുള്ള ആളുകളുണ്ട്, അത് സംശയമില്ല. പക്ഷെ ഒരു കേന്ദ്ര പ്രദേശത്ത് ഡൽഹി, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ യു പി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഒരു പൊസിഷണൽ ജിയോഗ്രഫിക്കൽ പ്രാധാന്യം കൂടി ഇവർക്കുണ്ട്. നമ്മളിപ്പോ കോൺഗ്രസ് ഏതാണ്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അവസാനിപ്പിച്ച മാതിരിയാണ്. അവര് മറ്റു കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഇനിയുള്ള കാലം ഒതുങ്ങിക്കൂടുന്നു തോന്നുന്നു. അപ്പൊ ആ പ്രദേശത്ത് ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയം നടത്തിയാൽ പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഈ വാജ്പേയിയുടെ അവസാനത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത് വെങ്കടേഷിന് ഓർമ്മയുണ്ട്. അവർക്ക് 2006 ഡിസംബറില് ലക്നൌവിൽ നടക്കുന്ന BJPയുടെ നാഷണൽ കോൺഫറൻസ് ആണ്. ആ നാഷണൽ കോൺഫറൻസിൽ വെച്ചിട്ട് വാജ്പേയി പറഞ്ഞത് ദില്ലിക്ക് लिए एक ही रास्ता है लखनऊ से है എന്നാണ്. ലക്നൌയിലൂടെ മാത്രമേ ഡൽഹിയിലേക്ക് ഒരു വഴിയുള്ളൂ, വേറെ വഴി ഇല്ല എന്നുള്ളത്. ആ വഴി തന്നെയാണ് പ്രശ്നം. ആം ആദ്മി പാർട്ടിയുടെ സാധ്യതകൾ പറയുമ്പോൾ തന്നെ ഇവർക്ക് BJP ഇപ്പോൾ കൃത്യമായി സ്വാധീനമുള്ള UP പോലുള്ള സംസ്ഥാനങ്ങൾ, വഴി അവിടെ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ, ഷാജി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ദുർബലമാവുന്ന സ്ഥലങ്ങളിലാണ് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പുതിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം, പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോക്രാറ്റുകളുടെ ഒരു സംഘം ഉള്ളൊരു പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് എവിടെ വീക്കാവുന്നു അവിടെയാണ് അവർ കയറി വരുന്നത്. ഇപ്പൊ എന്റെ ഒരു തോന്നൽ എന്ന് വെച്ചാൽ അവരുടെ അടുത്ത രണ്ട് വലിയ ടാർഗറ്റുകൾ കോൺഗ്രസ് പ്രബലമായിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും അവര് ഇപ്പോൾ പഞ്ചാബിൽ കാണിച്ച രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ചവെക്കും. ഗോവയിലും അവര് 4 സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു നേരം മുമ്പ് വരെ. അതിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക്. പക്ഷെ അവർക്ക് ഈ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക രീതിയിൽ ചെറുപ്പക്കാരുടെ വലിയ സംഘമുണ്ട്. ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള ഒരു വലിയ നേതാവിന്റെ വിടവ് അവിടെയുണ്ട്. രാജസ്ഥാനെക്കാളും ഞാൻ കാണുന്നത് രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് ഒരു പഴയ കളിക്കാരനാണ്. അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് പങ്കെടുക്കാനുള്ള സ്കിൽ സെറ്റ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ ഹിമാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത് ആർ ദെയർ ഫോർ ദ ടേക്കിംഗ് ഫോർ ആം ആദ്മി പാർട്ടി. അവിടെ രണ്ട് സ്ഥലത്തും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ UP കൂടെയാണ് വഴി എന്ന് പറയുന്നത് അതൊരു ബോൺമോട്ടാണ്. നമ്മൾ പറയുന്ന ഒരു നമ്മുടെ രാഷ്ട്രീയ സൂത്രവാക്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള 2024 ചിത്രം തെളിഞ്ഞു വരുന്നത്? അഖിലേഷിന് ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം നിലനിർത്താൻ പറ്റുമോ? ആ നേട്ടത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? അതിന് എതിരായിട്ട് BJP ഉണ്ടാക്കുന്ന കൗണ്ടർ നരേറ്റീവുകൾ എന്തൊക്കെയായിരിക്കും? ഇതൊക്കെ ആശ്രയിച്ചിരിക്കും അടുത്ത 2 വർഷത്തെ രാഷ്ട്രീയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള 2024 ചിത്രം വരുന്നത്. പക്ഷെ ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം ഡൽഹിയിലെ സീറ്റുകളും പഞ്ചാബിലെ സീറ്റുകളും കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് 20ഓളം സീറ്റുകളാണ്, ലോക്സഭാ സീറ്റുകളാണ്. അവിടെ ഒരു ശ്രദ്ധേയമായ പെർഫോമൻസ് ആം ആദ്മി പാർട്ടി കാഴ്ചവെക്കുകയാണെങ്കിൽ അവര് ഒരു നിർണായകമായ ബ്ലോക്ക് ആയിരിക്കും. ഇപ്പം ഇതൊക്കെ BJPക്ക് ഭൂരിപക്ഷം കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷൻസിന്റെ ഒക്കെ പ്രസക്തി. അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ റീജിയണൽ ഫോഴ്സസിന്റെ നമുക്കിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി കൃത്യമായി പറയാവുന്ന ഒരു കാര്യം, BJP അതിന്റെ ആധിപത്യം ഷാജി പറഞ്ഞതുപോലെ ഹിന്ദുത്വയുടെ ഒരു പല രൂപങ്ങളും ഭാവങ്ങളും നോർത്ത് ഈസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ അവര് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റുന്ന പ്രാദേശിക പാർട്ടികൾക്ക് മാത്രമാണ്.
കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അത് ഒരു എക്സ്റ്റിങ്ഷന്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണെന്ന് അതിന്റെ നേതാക്കന്മാർക്കും അറിയാൻ തോന്നുന്നില്ല. അവരെ ഉപദേശിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ചിന്തകർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതാണ് ഈ ഒരു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധിയുടെ ഒരു ചിത്രമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെങ്കടേഷ്, ഈ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ഒരു വാക്ക് കേൾക്കാമോ? പറയൂ. ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയിലേക്ക് നമ്മളൊന്ന് നോക്കുക. വേറെ എവിടെയെല്ലാം രണ്ട് ശക്തരായിരുന്ന പൊളിറ്റിക്കൽ ഫോഴ്സസ് ഒരേ രീതിയിൽ പിൻവാങ്ങലിന്റെ വഴിയിലേക്ക് നീങ്ങുന്നു, അവിടെയാണ് ആം ആദ്മി പാർട്ടി അവരുടെ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് പഞ്ചാബിലെ ജനങ്ങൾക്കിടയിൽ അകാലിദൾ നേതൃത്വം കൊടുക്കുന്ന BJP ഉൾപ്പെട്ടിരുന്ന സഖ്യത്തെയും കോൺഗ്രസിനെയും മാറി മാറി പരീക്ഷിച്ച് ഈ രണ്ട് സഖ്യങ്ങളും ഭരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചില ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത, വെങ്കടേഷ് പറഞ്ഞ പോലെ സൂട്ട് കേസ് ഭരണങ്ങൾ, അത് സുഖ്ബീർ ബാദലാണെങ്കിലും അതിനു മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ആണെങ്കിൽ പോലും അവിടെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ കാണിച്ചിരുന്ന ഒരു മിടുക്കുണ്ടല്ലോ, കറപ്ഷൻ പോലുള്ള. അങ്ങനെ ഈ രണ്ട് പാർട്ടികളെയും കൊണ്ട് മടുത്തൊരു ജനം, അതാണ് പഞ്ചാബിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഏത് സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്നോ അവിടെ ആം ആദ്മി പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിക്ക് അവരുടെ ഓൾട്ടർനേറ്റീവ് രാഷ്ട്രീയം കൊണ്ടുവരുവാൻ വഴികൾ പെട്ടെന്ന് തെളിയും. എന്നാൽ വെങ്കടേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിചയ സമ്പന്നരായ നേതാക്കൾ പ്രാദേശിക രംഗത്ത് കോൺഗ്രസിനോ BJPക്കോ എവിടെയുണ്ടോ, ആസ് യു സെഡ് അബൌട്ട് രാജസ്ഥാൻ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ടേക്ക് ഓഫ് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. For instance, look at how they came to Punjab. When either the BJP, the BJP alliance, that is Akalidal alliance, അവല്ല എങ്കിൽ കോൺഗ്രസ്, ഈ രണ്ട് കക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് ശക്തമായി ഒരു ഓൾട്ടർനേറ്റീവായി ഒരു തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ അപ്പോഴൊന്നും ആം ആദ്മി പാർട്ടിക്ക് ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിനെ ഒരു വേരോട്ടം കൊണ്ടുവരാൻ അവിടെ സാധിക്കില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പഞ്ചാബിൽ കണ്ടത്, ഞാൻ പഞ്ചാബിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടത്, അവിടുത്തെ സാധാരണക്കാർ പോലും, അതായത് കോൺഗ്രസിനോട് താല്പര്യമുള്ള അകാലിദളിന് വേണ്ടിയിട്ട് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം പോലും ഞാൻ എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ ജാഡു എന്നാ പറഞ്ഞത്. ഇറ്റ് ഈസ് ജാഡു ഓൾ ഓവർ എന്നാ എന്നോട് പറഞ്ഞത്. അതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് സഖ്യങ്ങളെയും, കോൺഗ്രസിനെയും അതുപോലെ തന്നെ അകാലിദളിനെയും മാറി മാറി പരീക്ഷിച്ച് ഇന്ന് നന്നാകും, നാളെ നന്നാകും, ഇന്നത് മാറും, നാളെ അത് മാറും എന്ന് പ്രതീക്ഷിച്ച് മടുത്തവരാണ് പഞ്ചാബിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് മാൾവയ്ക്കും അപ്പുറം മാജയിലോ ദോബയിലോ ഒക്കെ ഇപ്രാവശ്യം വേരോട്ടം ശക്തമായി ഉണ്ടാകാൻ കാരണം സംസ്ഥാനം മുഴുവൻ അവർക്ക് ഇത്തവണ വേരോട്ടുണ്ട്. സ്വാമി, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പേരുകളൊന്നും ആലോചിച്ച് നോക്കി. ദ ബിഗ് വിഗ്സ് ഓഫ് പഞ്ചാബ് പൊളിറ്റിക്സ്, the top guns of Punjab politics from both sides. From both sides. അതായത് അവിടുത്തെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ they have specifically expressed their anger without sparing even the top guns from both sides. Absolutely. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആം ആദ്മി പാർട്ടി നാളെ രാജസ്ഥാനിലോട്ട് ചെന്നാൽ I feel it will take them at least till the day
Congress strongman is there, it will take them time to go through the breadth and length of the desert, presenting their alternative politics. It is like Aam Aadmi Party coming to Kerala. Yeah, that's what I'm saying. Wherever you have a, പരിചയ സമ്പന്നനായ ഒരു നേതാവ്, ഒരു ഓൾട്ടർനേറ്റീവ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമൊക്കെയും ആം ആദ്മി പാർട്ടിക്ക് അവിടെ വേരോട്ടം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. അവരവരുടെ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് പരീക്ഷിക്കും. ഇന്ന് രാഘവ് ചട്ടയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേൾക്കുകയായിരുന്നു, that the Aam Aadmi Party is going to be the national party that replaces the Congress. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ മാവേൽ എറിഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. In no way I am discounting their achievement. മാവേൽ എറിഞ്ഞ് പഠിച്ചത് കൊണ്ട് റോക്കറ്റ് വിക്ഷേപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. There's a long way for the Aam Aadmi Party to understand the politics of this country, not just in Delhi and Punjab, because in most of the states in India, the situations in Punjab or the situation in Delhi does not exist today. ഇനി ഇപ്പോൾ അങ്ങോട്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. Wherever established political groups start ignoring the people's aspirations in a collective manner. It is, they are coming into places like that. Gaurav, I suppose you have got the gist of the conversation that we have had, though part of it is in Malayalam. Gaurav, are you still there? You must have got a gist of the. You must have got a gist of the. Huh? You didn't get the gist of the. No. Basically, my argument as well as Shaji's argument was that that the Aam Aadmi Party will now target Gujarat and Himachal, where the Congress is on a weaker wicket. They have always come to come to establish their organizational strength in places where the Congress is weak. So they may not be able to repeat this in a place like Rajasthan, where leader of Ashok Gehlot's stature is leading the. And I was just adding that that like our Aam Aadmi Party coming to the Kerala, where there is an alternative to the Congress and the BJP. So this is the argument that Shaji was also making. So I think we'll conclude with your comments on, and maybe we can sum it up. So he says that wherever there is another alternative, Aam Aadmi Party will not be able to make its presence felt in the same manner it has made its presence in Punjab felt. But then they have a big catchment area, even if you talk about that. So Rajasthan is essentially a two-party system between BJP and Congress. I agree that that the next election it may not happen, but if it's a repeat of Delhi, that first time when Aam Aadmi Party took the Congress head-on, it got almost the same number of seats that Congress got. But just after another year, suppose happened after another year, and the people were in clear favor of the Aam Aadmi Party. So in Rajasthan, this may not happen immediately, but if there's a hung assembly, something like that happens, Aam Aadmi Party may have. Then you come to the state of Madhya Pradesh, then there's also a direct contest between Congress and BJP, and there is absolutely no other party. Then Chhattisgarh may be a difficult because of the various like caste alliances, ST things, and Congress traditionally has a good cadre base in Chhattisgarh, unlike other. But then even if you leave all this, Jharkhand, then there is a space in Jharkhand as well. So if Aam Aadmi Party carries on this strategy, they have a big catchment area. Okay. Anyway, I think the two big gainers of this. Yeah, please. Just to add, so between Delhi and Punjab, we are missing the Haryana, where Congress is the main opposition party to the BJP. So now their next natural target would be to squeeze the Congress in Haryana from both the ends. Right. So clearly, the two biggest gainers of this election are the BJP and the Aam Aadmi Party.
And Samajwadi Party has put up a spirited fight, but it is going to be the opposition, perhaps a strong opposition in Uttar Pradesh. It has, as we were saying right from the beginning, Hindutva politics has asserted itself in various ways, but there are certain areas where certain flashes where where the opposition has got some space of maneuvering. How well they will use this space is what would decide the politics of the next 2 years and perhaps the Lok Sabha elections. I think on that note we can conclude. Thomas, ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ രണ്ട് വലിയ വിജയങ്ങൾ ആം ആദ്മി ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിൽ വീണ്ടും തിരിച്ചു വന്നു. നോർത്ത് ഈസ്റ്റ് മണിപ്പൂർ പോലെ സംസ്ഥാനത്ത് അവരുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിച്ചു. ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു തുടർച്ച അവർക്ക് പല മേഖലകളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില ഫ്ലാഷസ്, ചില സ്ഫുലിംഗങ്ങൾ നമുക്ക് കാണാം ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിൽ. സമാജ്വാദി പാർട്ടിയുടെ വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഫൈറ്റിൽ. ഈ ഘടകങ്ങൾ, ഈ മൂന്ന് ഘടകങ്ങളായിരിക്കും വരും കാലങ്ങളിലെ രാഷ്ട്രീയത്തെയും ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിശ്ചയിക്കുക എന്നായിരിക്കും നമുക്ക് ഐഡമിന് ഈ സമയത്ത് നടത്താൻ പറ്റുന്ന ഒരു നിഗമനം എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിക്കൊണ്ട് നമുക്ക് തൽക്കാലം ഈ ചർച്ച അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പ്രേക്ഷകർക്ക് ഐഡമിന് നന്ദി. ഐഡമിനെയും ഇത്തരം വിഷയങ്ങളുമായി ഇത്തരത്തിലുള്ള പ്രത്യേക സംഘടിപ്പിക്കും ചർച്ചകളിൽ, വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകൾ എന്നാണ് ഐഡം ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. Thank you so much. Thank you.